ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലാലി ജെയിംസ് ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഗുരുതര ആരോപണമാണ് കൗൺസിലറായിരുന്ന ലാലി ജെയിംസ് ഉന്നയിച്ചത്. അതായത് പണം നൽകിയാണ് തൃശ്ശൂരിൽ ഈ പുതിയ മേയർ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പുതിയ മേയർ സ്ഥാനത്തേക്ക് നിജി ജസ്റ്റിൻ എത്തിയതെന്നുള്ളൊരു വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ലാലി ജെയിംസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, സത്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, അത് എത്രത്തോളം ശരിയാണ്? അത് എൻ്റെ ആരോപണമല്ല, പുറമേ നിന്നുള്ള ആളുകൾ ആരോപിക്കുന്നത് ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. പുറത്തുനിന്നുള്ള ആളുകൾ എന്നോട് ചോദിക്കുന്നത് ലാലി ജെയിംസിന് പണമില്ലാത്തതിൻ്റെ പേരിലാണോ തഴയപ്പെട്ടത് എന്നുള്ളത്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? 3 ദിവസമായിട്ട് നഗരത്തിൽ അവരും അവരുടെ ഭർത്താവും അടങ്ങുന്ന 2 പേരും കൂടെയുണ്ട്. അവർ പല സ്ഥലങ്ങളിലും പോകുന്നതായിട്ട് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല, പാർട്ടി എന്നെ ചതിക്കില്ല എന്നുള്ളത് അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് മുതൽ ഡെവലപ്പ് ചെയ്ത ഈ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്കും തോന്നുക അങ്ങനെ വല്ലതും നടന്നു കാണുമോ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ വിശദമായി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻ്റെ ജീവനാണ്. അതിന് ചോരയും നീരും കൊടുത്ത മഹാരഥന്മാരെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്. കേവലം ഇന്നലെ ഉണ്ടായ 3-4 ആളുകൾ ചേർന്ന് അവർക്ക് വഴിയൊരുക്കുമ്പോൾ, അവരുടെ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്താൻ അവരുടെ വീട് കൊടുക്കുമ്പോൾ, ആ ഗ്രൂപ്പ് യോഗത്തിൽ നിന്നും ഇവിടെ ഗ്രൂപ്പില്ല, മതേതരത്വ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും സംശയിക്കുന്നു. ആദ്യഘട്ട ചർച്ചയിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാമുദായിക പരിഗണന എന്നുള്ള ഒരു കാര്യം വന്നു. അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്ത് വീണ്ടും അത് മാറ്റപ്പെട്ടു, വീണ്ടും അത് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് വന്നു എന്നുള്ളതൊക്കെ. ആദ്യം ഹിന്ദു സമുദായത്തിലേക്ക് പറഞ്ഞു, പിന്നെ അങ്ങനെ മതേതരത്വ പ്രസ്ഥാനം തന്നെയാണ് ഇതിങ്ങനെ വളച്ചൊടിച്ച് വരുന്നത്. 3 ദിവസം മുമ്പാണ് എന്നെ DCC പ്രസിഡന്റ് വിളിച്ചത്. DCC പ്രസിഡന്റ് എന്നോട് സൂചിപ്പിച്ചത്, പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പണം വേണം. ചേച്ചി അതെങ്ങനെ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നയ പൈസയില്ല വക്കീലെ, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളും എനിക്ക് വേണ്ട. ഞാൻ തൃശ്ശൂർ ജനതയ്ക്ക് വേണ്ടി എൻ്റെ മനസ്സിലുള്ള പ്ലാനിങ്ങുകൾ നടപ്പിലാക്കാൻ പണം കൊടുത്തിട്ടല്ല, എൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അതുകൊണ്ട് ദയവുണ്ടായിട്ട് എന്നോടത് ആവശ്യപ്പെട്ടാൽ തരാനും എനിക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി പറയുന്നത് പണമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മേയർ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് തന്നെയാണോ? അങ്ങനെയാണ് ഞാൻ ധരിക്കുന്നത്. ഇപ്പം അതിനെ വളച്ചൊടിക്കുന്നു, പല രീതിയിലും എനിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചെറിയൊരു ഭീഷണിയൊക്കെ തന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അത് പറയാൻ ആഗ്രഹിച്ചതല്ല. ആരൊക്കെയാണ് ഈ ഭീഷണി ഉന്നയിച്ചത്? പേരുകളൊന്നും പറയേണ്ട കാര്യമില്ല. പറയേണ്ട ഘട്ടം വന്നാൽ ഞാൻ പറയും. കാരണം പറയേണ്ട ഒരു ഘട്ടം ഇനി അവരുടെ ഭാഗത്തുനിന്നൊരു ഡാമേജ് എനിക്ക് ഉണ്ടായാൽ അത് തുറന്നടിക്കാനും എനിക്ക് മടിയില്ല. കാരണം പലപ്പോഴും 15 വർഷം കൗൺസിലായി ഇരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ രീതികളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ അപ്പോഴൊക്കെയും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഞാൻ കോർപ്പറേഷന് കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം വരെ ഉയർന്നു കേട്ട ഒരു പേരാണ്. പെട്ടെന്നാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി വരുമ്പോൾ അത് എങ്ങനെയാണ്, ആ ഒരു വലിയൊരു വിഷമമുണ്ടോ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ? എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയണു, പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിന് വേണ്ടി ഞാൻ ഇന്നുവരെയും ഒരാളെയും സമീപിച്ചിട്ടില്ല. കാരണം എനിക്കത് തരണം എന്ന് പറഞ്ഞ് ഞാൻ അലമുറ കൂട്ടിയിട്ടില്ല. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഷാർപ്പായി പറയുന്നൊരു വ്യക്തിയാണ്. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ഡ്രോബാക്കായിട്ട് അല്ലെങ്കിൽ ഒരു മോശമായിട്ട് അവർ കാണുന്നത്. കാരണം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുമെന്നുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന് ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും വേദനകളും 22 പോലീസ് കേസ് ഉൾപ്പെടെ CPM തന്നപ്പോഴും അത് ഏറ്റെടുത്തത് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. അവിടെയൊക്കെ നമ്മൾ പ്രവർത്തിച്ച് മുന്നേറുമ്പോൾ അന്നൊന്നും ഒരു സമരമുഖങ്ങളിലും കാണാത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. അന്തസ്സായി പൈസ ഉണ്ടാക്കി അന്തസ്സായി പ്രൊഫഷണൽ ആയ ആൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി അടിയും ഇടിയും കൊണ്ട് അല്ലെങ്കിൽ സമരമുഖങ്ങളിൽ മുന്നിട്ട് നിന്ന് ഞങ്ങൾ ചെളി പുരണ്ടും ഒക്കെ വന്ന ആളുകളാണ്. പക്ഷേ വൈറ്റ് കോളർ സിസ്റ്റം അല്ല, സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ച് ജനിച്ച ആളുമല്ല ഞാൻ തൃശ്ശൂരിൻ്റെ ജനതയുടെ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഒരു സർവേ നിങ്ങൾ എടുത്തോളി. ഇവിടെ ഇന്ന് വേണമെങ്കിൽ സർവേ എടുത്തോളി. തൃശ്ശൂരിൽ മേയറാകാൻ യോഗ്യതയുള്ള ഈ 3 പേരുടെ പേര് വന്നല്ലോ, അവരെ മുന്നിലേക്ക് വെച്ചൊരു സർവേ നടത്തിയാൽ എനിക്ക് വിശ്വാസമുണ്ട് തൃശ്ശൂർ ജനത എന്നെയാണ് മുന്നോട്ട് വെക്കുക എന്നുള്ളത്. ഒരു അട്ടിമറി നടന്നു എന്ന് ഉറപ്പിച്ച് തന്നെ പറയാണ്. ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. നടക്കാതെ ഇതൊരിക്കലും ഇങ്ങനെ പോകില്ല.
അത് കേന്ദ്രമാണോ കേരളമാണോ ജില്ലയാണോ എന്ന് ചോദിച്ചാൽ അത് പറയേണ്ട ഘട്ടം വന്നാൽ കൃത്യമായിട്ട് ഞാൻ പുറത്തുവിടും. കാരണം എനിക്കൊരു ചെറിയ ഭീഷണി വരെ തന്നു. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നൊക്കെ. അത് ഒരു താക്കീതായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം ഞാനിങ്ങനെ പറയുക, ധൈര്യമുണ്ടെങ്കിൽ എന്താണെങ്കിലും മുന്നോട്ട് വയ്ക്കൂ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്നെ വായടപ്പിക്കാൻ വേണ്ടി ചിലർ പറയുന്ന സൂത്രവാക്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരുത്തുന്ന, എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് കേവലം ഈ 3-4 പേരിൽ ഒതുങ്ങുന്നതല്ല. തൃശ്ശൂരിലെ 3-4 പേര് KC ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളല്ല എൻ്റെ മനസ്സിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാനൊരു BA ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരാളാണ്. ഞാൻ MSW കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ നേതാക്കൾ ഇവരല്ലല്ലോ. എന്തായാലും ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് സാധ്യതയുണ്ടോ, കൈപ്പറ്റാൻ സാധ്യതയുണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ, എന്താണ്? വിപ്പ് കൈപ്പറ്റാൻ ഞാനിപ്പോൾ പോകുന്നില്ല. വോട്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFനുള്ള ഒരു വോട്ടായിട്ട് അവിടെ ഞാൻ നൽകും. കാരണം അത് നിജിക്കുള്ളതല്ല, നിജിക്ക് അതിനുള്ള അർഹതയില്ല. അതുകൊണ്ട് നിജിക്കുള്ള വോട്ടല്ല, അതുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള വോട്ട്. അത് അസാധാക്കുകയോ മാറി നിൽക്കുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ഞാൻ ചെയ്യില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജീവനാണ്. എന്തായാലും വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഈ ലാലി ജെയിംസ് ഉന്നയിക്കുന്നത്. അതായത് നിജി ജസ്റ്റിനെ പണം കൊടുത്താണ് ഇത്തരത്തിൽ മേയർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. അതിന് ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് ആ സ്ഥാനം നിർവഹിക്കാൻ കഴിയാത്തത് എന്നടക്കമുള്ള വലിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ലാലി ജെയിംസ് ഉന്നയിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും A അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.